പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മക പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൽത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ യോഗശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ, ഇന്ന് ഈ ദിവസം ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്, ആശുപത്രി പോകുന്നവരുണ്ട്, പ്രമാണം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഓരോരോ ക്രയവിക്രയങ്ങൾക്കും ഏജൻസിക്കും ബിസിനസ്സിന് പോകുന്നവരുണ്ട്, വിവാഹകാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, വീടിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്. ഈശോ അവരെ എല്ലാവരെയും ഞാൻ ഇന്ന് അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ, ഞാൻ അർപ്പിക്കാൻ പോകുന്ന കുർബാനയുടെ ശക്തിയാൽ ആ മക്കളെ എല്ലാം
ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ, ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾ ആരെങ്കിലും ഓർത്തുകൊണ്ട് ഭയപ്പെടുന്നുണ്ടെങ്കിൽ, കർത്താവ് അവരുടെ ഭീഷണി ഓർത്ത് ഞെരുക്കപ്പെടുന്നുണ്ടെങ്കിൽ, അകപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ, കൃപാസനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ അങ്ങനെ ഭയപ്പെടുന്നവരുടെ മേൽ മാതാവിൻ്റെ സഞ്ചാരി മാതാവിൻ്റെ നീലമേലങ്കി ചുറ്റുന്നു. അവരെ മാതാവിൻ്റെ സംരക്ഷണത്തിനെ ഏൽപ്പിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, let fire fingers suck with the precious blood. Lord, increase His spirit of power and grace. നമ്മുടെ ഓരോ ജീവിതത്തിലും ദൈവത്തിന് പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ ദൈവാനുഭവങ്ങളും പുതിയ പുതിയ ലൈഫ് ഒരിക്കലും ഒരു മൊണോട്ടണസ് ആകത്തില്ല. ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ലൈഫ് മൊണോട്ടണസ് ആയിരിക്കും, ചിലക്ക് ബോറടിക്കത്തില്ലേ. കാരണം ദൈവമായിട്ട് നമുക്ക് ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആദ്യം മാറുന്നത് ബോറായിരിക്കും. നമ്മൾ എത്ര വലിയ ഒരു ആൾക്കാരായാലും ഇപ്പോൾ ഭൂപേന്ദ്ര സിംഗ് അങ്ങനെ ഒരു രാജാവുണ്ടായിരുന്നു, പഞ്ചാബിയായിരുന്നു. അയാളുടെ ഒരു കുതിരവണ്ടി മുഴുവൻ രത്നങ്ങളായിരുന്നു അദ്ദേഹം മരിക്കുന്ന കാലത്ത്. അതിങ്ങനെ തറപ്പളിട്ട് മൂടി അറിയത്തില്ല. പുള്ളി മരിച്ചു കഴിഞ്ഞാൽ ആരോ ക്ലീൻ ചെയ്യാൻ ചെന്നപ്പോഴാണ് ഈ രത്നം മുഴുവൻ കാണുന്നത്. അത്രയ്ക്ക് സമ്പന്നനായിരുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ രോഗം എന്താ? അദ്ദേഹത്തിൻ്റെ രോഗം എന്താ? ബോറ്. ദ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിൽ ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഡൊമിനിക് ലാപ്പിയൻ്റെ പുസ്തകമാണ് അതിനകത്ത്. അപ്പം അദ്ദേഹത്തിന് പേർഷ്യയിൽ നിന്ന് വൈദ്യന്മാർ വന്നിട്ട് പ്രാവിൻ്റെ കരൾ അരച്ച് കൊടുത്താണ് ഈ മനുഷ്യൻ്റെ ബോറ് മാറ്റാൻ നോക്കണത്. മാറിയില്ല, നടന്ന കാര്യമാണ്, ചരിത്രമാണത്. ബോറ് മാറാത്തൊരു സാധനമാണത്. പക്ഷേ ദൈവം ആണ് ശരിക്കും ബോറ് മാറ്റാൻ ഏറ്റവും നല്ല ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവ സ്നേഹത്തിലായിക്കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ലൈഫിനെ പുതുക്കിക്കൊണ്ടേയിരിക്കും. ചിന്ത പുതുക്കും, അഭിരുചികൾ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ഓരോരോ സിറ്റുവേഷൻസ് മാറുമെന്നാണ് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയല്ല, സിറ്റുവേഷനെ കാണാനുള്ള ഒരു അഭിരുചികളും അതുപോലെ തന്നെ ആശയ സംവേദനങ്ങളും അത് നമ്മളിലുണ്ടാക്കുന്ന ഈ സിറ്റുവേഷൻസും നമ്മളുണ്ടാക്കുന്ന അനുഭൂതികളൊക്കെ വ്യത്യസ്തമായിരിക്കും. അതായത് സിറ്റുവേഷനിൽ അനോയിൻറ്റിങ് എന്ന് പറയും. ഒരു വൈഫ് തന്നെ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് തന്നെ ഇപ്പോൾ ചില ആൾക്ക് വയസ്സന്മാരൊക്കെ സ്നേഹിക്കണില്ലേ ശരിക്കും? അതെന്താ കാര്യം? വയസ്സന്മാർ ചെറുപ്പക്കാരെ സ്നേഹിക്കുന്നതിനേക്കാളും വയസ്സന്മാരായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹിക്കുന്നവരുണ്ട്. അതെന്താ കാര്യം? അവരുടെ ബോഡിയുടെ ഒരു വസന്തകാലം കഴിഞ്ഞെങ്കിലും അനോയിൻറ്റിങ് അവിടെ നിലനിൽക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെ. അവർക്ക് പുതിയൊരു അഭിഷേകം കിട്ടിയിരിക്കുന്നതാണത്, പുതിയൊരു അഭിഷേകം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാണില്ലേ? ഇപ്പം എല്ലാം കറക്റ്റ് കാര്യങ്ങളാണ്. അതായത് ഈ വാർദ്ധക്യം എന്ന് പറയണ പോലും ഒരു സങ്കല്പം മാത്രമാണ്. അനുഭവതലത്തിലെ അഭിഷേകമാണ് സത്യം എന്ന് പറയണത്. എന്താണ്? 75 വയസ്സായാലും ചില വൈഫ് ഹസ്ബൻഡും ഒക്കെ അവർ പണ്ട് സ്നേഹിച്ചേക്കാൾ നല്ലവണ്ണം സ്നേഹിച്ച് പോകുന്നുണ്ട്. അതൊരു പുതിയൊരു അനുഭൂതി, അഭിഷേകം കിട്ടിയിരിക്കണം, പുതിയ അഭിഷേകം. ഈ പുതിയ അഭിഷേകം എന്നുള്ളത് ബൈബിൾ മുന്നോട്ട് വെക്കുന്ന സൃഷ്ടികൾക്ക് സർവൈവ് ചെയ്യാനും ബോറ് മാറ്റാനും വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സാധ്യതയാണ് പുതിയ അഭിഷേകം. സങ്കീർത്തനം 92:10. എന്നാൽ അവിടുന്ന് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എന്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. ഇതാണ് പുതിയ അഭിഷേകം എന്ന് പറയുന്നത്. പുതിയ തൈലം ഒഴിച്ചു. വയസ്സ് ചിലപ്പോൾ 90 ഉണ്ടാകാം, പക്ഷേ അഭിഷേകം ചിലപ്പോൾ 19 വയസ്സിൻ്റെ അഭിഷേകമായിരിക്കും. വയസ്സ്. അപ്പോൾ എൻ്റെ മക്കളെ, എന്തിന് നിങ്ങൾ ആധ്യാത്മികത ആയിരിക്കണം എന്ന് ചോദിച്ചാൽ ബൈബിൾ നൽകുന്ന അനന്തമായ അനോയിൻറ്റിങ്ങിൻ്റെ സാധ്യത നിങ്ങളെ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് ആനിമ്മ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ നിൽക്കുവാൻ പാപിയായ മകൾക്ക് കൃപ ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുവാൻ ആദ്യം വന്നത് 2020 ജനുവരി 13-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കുവാൻ ഞാനിവിടെ വരാനുണ്ടായൊരു സാഹചര്യം എന്നത്, എൻ്റെ മകൾ പ്രഗ്നൻ്റ് ആയിരുന്നു. അവൾ കാനഡയിലായിരുന്നു. കൊറോണയുടെ സാഹചര്യത്തിൽ എനിക്ക് ആ മകളുടെ അടുക്കലോട്ട് പോകുവാനുള്ള ഒരു അവസരം ലഭിച്ചില്ല.
അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മയുടെ അടുക്കൽ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ മകളെ ഞാൻ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അവളുടെ മദറിൻലോ എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ വരിക, ഞാനിവിടെ കൃപാസനത്തിൽ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. മകൾക്ക് ഡെലിവറി സമയമായപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്നാൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അവൾക്ക് ഡെലിവറി നടന്നില്ല. അപ്പോൾ എൻ്റെ മകൻ എന്നോട് വിളിച്ച് പറഞ്ഞു, മമ്മി അവൾക്ക് ഡെലിവറി ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, മമ്മി പ്രാർത്ഥിച്ചുകൊള്ളുക. ഈ സമയമൊക്കെയും ഞാൻ അമ്മ മാതാവിൻ്റെ അടുക്കൽ തിരികെത്തിച്ച് വെച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഈ സമയത്ത് ആ ലേബർ റൂമിൽ ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ഒരു ഓമന എന്ന മകൾ നേഴ്സായി വരികയും ആ ലേബർ റൂമിൻ്റെ ചാർജിൽ അവർ വരികയും ചെയ്തു. അത്ഭുതകരമായി ആ മകൾ എന്നെ വീഡിയോ കോൾ ചെയ്ത് എന്നോട് സംസാരിച്ചു. അമ്മ വിഷമിക്കേണ്ട, ഞാനിവിടെ ഉണ്ട്, അമ്മ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. നിമിഷങ്ങൾക്കകം ഡെലിവറി കഴിഞ്ഞു. അമ്മയും കുഞ്ഞും സുഖമായി വീട്ടിൽ പോയി. എൻ്റെ മകൾ ഒരു ഡോക്ടറാണ്. എന്നാൽ അവിടെ കാനഡയിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവിടുത്തെ PG വേണം. ആ PGക്ക് വേണ്ടി അവൾ 4 പ്രാവശ്യം അവിടുത്തെ എക്സാം എഴുതി. എന്നാൽ കുറഞ്ഞ പോയിൻറ്റിന് 1-2 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ അവൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അവൾക്ക് ഭയങ്കര ഡിപ്രഷൻ മൂഡായി. ഈ സമയമൊക്കെയും അവൾ നല്ല വിശ്വാസമുള്ളൊരു മകളാണ്. ഞാൻ പറഞ്ഞു, മകളെ മോൾ വിഷമിക്കേണ്ട, അമ്മ നിനക്ക് തരും, നിൻ്റെ സമയമായിട്ടില്ല, നിൻ്റെ കുഞ്ഞൊക്കെ ഒന്ന് വളരാനായിരിക്കും അമ്മ അവസരം തരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവൾ വീണ്ടും US-ലേക്കുള്ള PGക്കുള്ള എൻട്രൻസ് എക്സാം എഴുതി. ആ എക്സാമിൽ അവൾ വിജയിച്ചു. കഴിഞ്ഞ മാസം അവൾ ഇവിടെ വന്ന് അച്ഛനെ കാണുവാനും ഉടമ്പടി എടുക്കുവാനുമുള്ള ഒരു വലിയ ഭാഗ്യം കിട്ടി. അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ 22 വയസ്സായ എൻ്റെ ഇളയ മകന് വേണ്ടിയിട്ടായിരുന്നു. അവൻ പിരിപിരിപ്പനെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പിരിപിരിപ്പുള്ള മകനെ ഞാൻ കണ്ടിട്ടില്ല. അവന് വണ്ടി റേസിംഗ് ആയിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ഹോബി. 2 വീലർ എടുത്ത് 100 സ്പീഡിൽ പോയി അവൻ റോഡിൻ്റെ നടുക്ക് എന്ന് പൊക്കുക, ഇങ്ങനെയുള്ള അഭ്യാസ പ്രകടനങ്ങളൊക്കെ ആയിരുന്നു അവൻ കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഈ ഉടമ്പടി എടുത്ത കാശ് രൂപം അവൻ്റെ ബെഡിനടിയിൽ വെച്ച് അവന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. അവൻ കുറച്ച് കൂട്ടുകാരുമൊത്ത് ടൂറ് പോയി വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഛർദിലും അതിഭയങ്കരമായ തലവേദനയുമായിരുന്നു. അപ്പോൾ മകൾ പറഞ്ഞു, മമ്മി അവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോൾ കൊറോണയുടെ സാഹചര്യമായിരുന്നു. ഞങ്ങളോർത്ത് കൊറോണ ആയിരിക്കുമെന്ന്. അവൻ ഛർദ്ദിക്കുന്നത് കണ്ടാൽ കരിയോയിൽ എങ്ങനെ ഇരിക്കും അതുപോലെയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് സംശയമുണ്ട്, ഇനിയും അവൻ പോയ വഴിക്കുമല്ലോ മദ്യപിച്ചോ എന്താ ഒന്നും അറിയത്തില്ല. എങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു, കൊറോണ ടെസ്റ്റ് ചെയ്തു, അതൊന്നും അല്ല. മോള് പറഞ്ഞു, മമ്മി അവനെ ന്യൂറോ സർജനെ കാണിക്കുക. ഡോക്ടർ എല്ലാ ട്രീറ്റ്മെൻറ്റ് നടന്നു, തലയുടെ 4 സ്കാനിങ് ചെയ്തു, പക്ഷേ ഒരു അസുഖവും ഇല്ല. ഈ സമയമൊക്കെയും ഞാൻ അവൻ്റെ തലയുടെ വിശുദ്ധ തൈലം എടുത്ത് പുരട്ടുകയും അവൻ്റെ കയ്യിൽ കാശിലും അവൻ്റെ കഴുത്തയിൽ ഇട്ട് കൊടുക്കുകയും ഈ സമയമൊക്കെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ശരി ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അവസാനം അവൻ പറഞ്ഞു, നമുക്ക് വീട്ടിൽ പോകാം, എനിക്കൊരു അസുഖമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അവൻ ശരിക്കും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു രീതിയിൽ ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ വരികയും ഇപ്പോൾ ഇന്ന് അവൻ ദുബായിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു. നല്ല മിടുക്കനായിട്ട് അവൻ പോകുന്നു. അമ്മ മാതാവ് അവനൊരു അനുഗ്രഹം കൊടുത്തു. അതുപോലെ തന്നെ അവൻ അവിടെ ലൈസൻസ് എടുക്കുവാൻ 4 പ്രാവശ്യം പോയി. 4 പ്രാവശ്യവും അവൻ പരാജയപ്പെട്ടു. അവൻ പോകുമ്പോൾ ഞാൻ പറയും, മോനെ നീ ആ കാശ് രൂപം എടുത്ത് കൈ പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ ആ തൈലം ഒന്ന് നെറ്റിയിൽ പുരട്ടെ. അപ്പോൾ അവൻ പറയും, ഇനി അതിൻ്റെ ഒരു കുറവുകൂടെ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. 5-ാം പ്രാവശ്യം അവൻ പോയപ്പോൾ അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, മമ്മി ഞാൻ ടെസ്റ്റിന് പോവുകയാണ്, മമ്മി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, മോൻ ധൈര്യമായിട്ട് പോക്കോ, ഞാൻ വിശ്വസിക്കുന്ന കൃപാസനം അമ്മയുണ്ട്, ആ അമ്മ നിനക്ക് തന്നിരിക്കുമെന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ പ്രാർത്ഥിച്ചോളാം, മോൻ വിജയിച്ച് വരുമ്പോൾ നീ അമ്മയുടെ തിരുസന്നിധിയിൽ വരാം, നമുക്കെല്ലാം ശരിയാക്കാം മമ്മി, ഞാനിവിടെ വരാം എന്ന് പറഞ്ഞ് അവൻ പോയി. അവൻ ആ ടെസ്റ്റിൽ അവൻ വിജയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഉടമ്പടി കാശരവും വിശുദ്ധ തൈലവും ഉടമ്പടി ഉപ്പുമൊക്കെ ഉപയോഗിച്ച് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ 2.5 വയസ്സുള്ള എൻ്റെ മകളുടെ കുഞ്ഞിന് പനി കൂടിയിട്ട് നാവിലും വായിലും ഒക്കെ ഒരു ഫംഗൽ രോഗം ഉണ്ടായി. വാ തൊട്ട് വായുടെ അകം മുഴുവൻ പഴുത്ത കുമിളകളായിരിക്കും. 6-7 ദിവസം വെള്ളം പോലും കുടിക്കാതിരുന്ന കുഞ്ഞ്. ഞാൻ എന്നും അമ്മയോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം ഞാൻ ഉടമ്പടി ഉപ്പ് എൻ്റെ വിരളയിലെടുത്ത് എൻ്റെ കുഞ്ഞിൻ്റെ വാ തുറന്ന് ഞാൻ പുരട്ടി. അത്ഭുതകരമായി അവൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ വാ തുറന്ന് നോക്കുമ്പോൾ ആ വായിൽ ഒരു അസ്വസ്ഥതയും ഇല്ല. ആ വായെല്ലാം നാക്കെല്ലാം ക്ലിയറായി. അങ്ങനെ ഒരു അത്ഭുതവും എൻ്റെ അമ്മ എനിക്ക് തന്നു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതും ഉടമ്പടി തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ വേദന കൊണ്ട് പുളയുകയായിരുന്നു. അപ്പോഴും എൻ്റെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഞാനിവിടെ വന്ന് ഓരോന്നും സാക്ഷ്യം പറഞ്ഞോളാം, അമ്മ എനിക്ക് അനുഗ്രഹം തരണേ. ഞാനിവിടെ അമ്മയുടെ ഒരു സാക്ഷിയാണ്. ഞാനിവിടെ എല്ലാ മിക്ക
ദിവസങ്ങളിൽ ഇവിടെ വരികയും ഇവിടുത്തെ എല്ലാ കർമ്മങ്ങളിലും പങ്കുകയും ചെയ്യും. അതുപോലെ തന്നെ അച്ഛൻ്റെ യൂട്യൂബിലെ എല്ലാ ആഴ്ചയിലും ഞാൻ വീട്ടിൽ നിന്ന് ആരാധന കൂടുന്നതാണ് മകളാണ്. എൻ്റെ അടുക്കൽ ഒത്തിരി മക്കൾ വരും, ഒരു കാശ് രൂപം തരാവോ അല്ലെങ്കിൽ ഇച്ചിരി തൈലം തരാവോ. ആ മക്കളെയൊക്കെ ഞാൻ പരിശുദ്ധ അമ്മയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയപ്പച്ചനും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. ജാനകി, ഞാൻ അങ്കമാലി മൂക്കന്നർ നിന്ന് വരുന്നു. എൻ്റെ മോൻ പുറത്തേക്ക് പോയി. അവിടെ 2 വർഷത്തേക്കായിരുന്നു അവൻ്റെ വിസ. അവൻ 1.5 കൊല്ലം അവിടെ ഏകദേശം ജോലി നോക്കി. സാലറിയോ അവന് കൊറോണ കാരണം അവന് ഭയങ്കര പണി ഒന്നും ഉണ്ടായില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവൻ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവർ വന്ന് പറഞ്ഞു, കമ്പനിക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് ജോലി തരാം, ശമ്പളം തരാം, നിങ്ങൾ അങ്ങോട്ട് പോരേന്ന് പറഞ്ഞു. 11 ആളാണ് പോയത്. അതിൽ ഞാൻ ഓടി വന്ന് ഉടമ്പടി വെച്ചു. അമ്മേനെ വിളിച്ചു, അമ്മേ എൻ്റെ മോൻ ആകെ തകർന്നു കിടക്കുന്നു, ഇനി ഞാൻ എന്ത് ചെയ്യും അമ്മേ എന്നും പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. എന്നിട്ട് അവന് മാത്രം ഒരാൾക്ക് അവിടെ നിൽക്കാൻ കിട്ടിയുള്ളൂ, ബാക്കി എല്ലാവരും പോന്നു. അത് കഴിഞ്ഞ് 1 വർഷത്തോളമായി. അവന് 3 മാസത്തേക്കുള്ള വിസ വന്നുള്ളൂ. ഡിസംബറിൽ അവന് പോനും, വിസ ഒന്നുമില്ല. 3 മാസം വന്ന് അത് കഴിയാറായി. എന്ത് ചെയ്യും അമ്മയെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചു, അമ്മയുടെ മുട്ടിപ്പായിട്ട് അമ്മോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 1.5 കൊല്ലത്തെ വിസ അവന് വന്നു. ഈ അമ്മയ്ക്ക് 1000 നന്ദി. അവൻ ഈ ഡിസംബർ 21 അവൻ വരും. അവന് വിസ എല്ലാം കിട്ടി. അവൻ സന്തോഷമായിട്ടാണ് വന്നത്. അമ്മയ്ക്കും കുമാരനും 1000 നന്ദി. പിന്നെ എൻ്റെ ആങ്ങളയുടെ മകൻ അസുഖമായിട്ട് ആസ്പത്രി കിടക്കാറുണ്ട് എല്ലപ്പിൽ. ഞാൻ ഇങ്ങനെയൊക്കെ വന്നാവുകൊണ്ട് അവർക്ക് എന്നോട് ഇഷ്ടമില്ല, എന്നെ ഭയങ്കര പരിഹസനമൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഇവന് പനി വന്ന് ആസ്പത്രി കിടക്കായിരുന്നു എല്ലപ്പിൽ. അവൻ ഗുരുതരമായിട്ട് മരിക്കുന്നുള്ള രീതിയിലെത്തി. ഞാൻ ആരെയും നോക്കിയില്ല. ഈ ഉടമ്പടി തൈലവും ഈ ഉപ്പും തേനും കൊണ്ട് ഞാൻ എല്ലപ്പി പോയി. അവിടെ ചെന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, മോനെ ഈ മാതാവിൻ്റെ തൈലം തൊട്ട് പരട്ടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ കയ്യിൽ കൊടുത്തു അവൻ്റെ. അപ്പോൾ അമ്മ പറഞ്ഞേ, അമ്മ അവൻ്റെ അടുത്ത് പോയി പരട്ടിയില്ല. ഇവരൊന്നും ആരോടും ഞങ്ങളോട് മിണ്ട അങ്ങനെ വലിയ ഇഷ്ടത്തിലൊന്നുമല്ല. ഞാൻ അങ്ങോട്ട് ചെന്നുകൊണ്ട്, മോനെ ഇങ്ങനെ മാതാവിൻ്റെ തൈലം ഞെറ്റിയിട്ട് തൊട്ട് പറ്റട്ടെ എന്ന് പറഞ്ഞു. അമ്മായി പറ്റിക്കുമെന്ന് പറഞ്ഞു. ഇവൻ മരിക്കേണ്ട അത്ര എത്തി. കുരിശ് വരിച്ചു, കുറച്ച് പറ്റിയോണ്ട് ഞാൻ നാത്തൂൻ്റെ കയ്യിൽ കൊടുത്തു. മേലെ ആകെ പെരട്ടാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഉപ്പ് തേന ഒന്നും കൊടുത്തില്ല. വീട്ടിൽ വന്നുകൊണ്ട് രാവിലെ അവളോട് ഞാൻ ചോദിച്ചു, ഉപ്പും തേനും തന്നുപിടുത്തേന്ന് ചോദിച്ചു. അമ്മായി തന്നേരം, നിനക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്, ആരെയും നോക്കണ്ട, അമ്മായി തന്നേരം. രാവിലെ ഞാൻ വിളിച്ചു, എങ്ങനെയുണ്ടെന്ന്. അവൾ പറഞ്ഞു, എൻ്റെ അമ്മായി പൂർണ്ണമായിട്ട് മാറി, പനിച്ചില്ല, കഞ്ഞി കുടിച്ചു, നടന്നു, വിശ്വാസമായി, തേനും ഉപ്പും കൊടുത്തയക്കാൻ പറഞ്ഞു. ഞാൻ കരഞ്ഞു. നടത്തുന്ന വീട് നാത്തൂനെ ഒന്നും വന്നേ, ഇതൊന്നും അങ്ങോട്ട് കൊടുത്തേക്കാം, അവരിതൊന്നും അറിയണില്ല. എടി ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയത് വന്നുകൂടുമെന്ന്. ഞാൻ പറഞ്ഞു, കൊരട്ടിപ്പള്ളി പോണ്ട്, നമ്മൾ മാതാവിൻ്റെ അടുത്താണ് പോണേ, ദൈവത്തിൻ്റെ അടുത്താണ്, ഞാൻ വേറെ ഒന്നുമല്ല, ഇത് വേറെ ഒന്നുമല്ല. അവൾ കൊടുത്തയക്കാൻ പറഞ്ഞു. നാത്തൂനെ അത് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ആ മോള് വിളിച്ചു പറഞ്ഞു, അമ്മായി പൂർണ്ണമായിട്ട് സൗഖ്യം വന്നു. അമ്മായി സാക്ഷ്യം പറയുമ്പോൾ കൂട്ടി പറഞ്ഞു, ആരുടെ വിശ്വാസം ഞാൻ നോക്കില്ല, അമ്മായി എനിക്ക് തന്നേരെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒരു ചെറിയ കൊന്തയും ഒരു കാശുരൂപം കൊടുത്തു. അവർക്ക് കൊന്തൊന്നും ഇഷ്ടമല്ല, ഞാൻ പോണ കാരണം ആർക്കും എന്നെ ഇഷ്ടമല്ല. എന്നെ ദൈവം തിരുകുമാരൻ ഈ മാതാവും എന്നെ രക്ഷിച്ചതിൽ 1000 നന്ദി. എൻ്റെ പേര് സൗമ്യ ജോസഫ്. ഞാൻ പള്ളിപ്പുറം മുനമ്പത്തുനിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2019 2020 എനിക്ക് മാതാവും ദിവ്യകുമാരനും നൽകിയ ഒരു സൗഖ്യത്തിന് സാക്ഷ്യം നൽകാനായാണ് ഞാൻ വന്നിരിക്കുന്നത്. 2020 എൻ്റെ പപ്പയ്ക്ക് കോവിഡ് ബാധിക്കുകയുണ്ടായി. ആ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ കോവിഡ് പാൻഡമിക്കിൽ ഭയങ്കര ക്രൂഷ്യലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒക്ടോബർ 29 പപ്പയ്ക്ക് പനിയും തലവേദനയൊക്കെ ആയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു. പപ്പ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് വെച്ചത്. അമ്മ മരിച്ചു പോയി. അപ്പോൾ പപ്പ ഒറ്റയ്ക്കാണ് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ 29 രാത്രി ആയപ്പോഴേക്കും പനി കൂടി. 30 ആയപ്പോഴേക്കും ഞാൻ പപ്പനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് ആണെന്ന് മനസ്സിലായി. ഉടനെ തന്നെ അവർ പപ്പ ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. ഞാൻ പപ്പയുടെ അടുത്തേക്ക് പോയതുകൊണ്ടും ഉടമ്പടി എടുത്തിരുന്നത് കൊണ്ടും ഉടമ്പടിയിലെ കാശ് രൂപവും തൈലവും ബുക്കും എല്ലാം ഞാൻ എൻ്റെ ബാഗിൽ തന്നെ സൂക്ഷിച്ചിരുന്നു. പപ്പയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിന് തൊട്ട് മുൻപ് ഈ തൈലം എടുത്ത് പപ്പയുടെ നെറ്റിയിൽ കുരിശ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, പപ്പ ഒട്ടും പേടിക്കണ്ട, മാതാവ് പപ്പനെ കാത്തോളും. ഒട്ടേറെ ഭയങ്കര പേടിയോടെയാണ് ഞാനത് പപ്പയ്ക്ക് ധൈര്യം കൊടുത്ത് പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിൽ ഭയങ്കര പേടിയായിരുന്നു. കാരണം പപ്പ ഒന്നാമത്തെ ഡയബറ്റിക് പേഷ്യൻ്റാണ്, പിന്നെ ഹാർട്ട് പേഷ്യൻ്റാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് കോവിഡ് വന്നാൽ എന്തായിരിക്കുമെന്ന് പല ന്യൂസുകളിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കുകയായിരുന്നു.
പക്ഷേ ഓരോ ദിവസവും ഞാൻ വിളിച്ച് ചോദിക്കുമ്പോഴും പപ്പ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഓരോ ദിവസം കഴിയുന്തോറും പപ്പയുടെ നില വഷളായിക്കൊണ്ടിരുന്നു. ഓക്സിജൻ ലെവലൊക്കെ താഴെയായി. പതുക്കെ വെൻറ്റിലേറ്റർ സപ്പോർട്ടിലേക്ക് മാറ്റി. അപ്പോൾ ഡോക്ടേഴ്സിനെ വിളിക്കുമ്പോഴൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് ഒന്നും തന്നെ കേട്ടിരുന്നില്ല. ഓരോ ദിവസവും ഞാൻ ആ സമയം നോക്കിയിരിക്കും ഡോക്ടേഴ്സിനെ വിളിക്കാൻ. പക്ഷേ നമുക്ക് പ്രതീക്ഷ തരുന്ന ഒരു ന്യൂസ് പോലും എനിക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് പ്ലാസ്മ തെറാപ്പി ചെയ്തു നോക്കാം. വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം വളരെ ക്രിറ്റിക്കലാണ്, സിറ്റുവേഷൻ ക്രിറ്റിക്കലാണ്. പിന്നെ ഡോക്ടേഴ്സിൻ്റെ കോൾ വരുമ്പോൾ എനിക്ക് പേടിയായി, കോൾ എടുക്കാൻ തന്നെ എനിക്ക് പേടിയായി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഫോൺ തരാറില്ല, കാരണം അത് കേട്ട് നമ്മളൊന്നും കൂടി നമ്മളെ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു അവിടെ നിന്ന് കിട്ടിയിരുന്ന വാർത്തകളൊക്കെ. അങ്ങനെ ഒരു ദിവസം ആരാധനയിലിരിക്കുന്ന നേരത്ത് ഡോക്ടർ വിളിച്ച് പറഞ്ഞു പപ്പേനെ ഇങ്ങനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുകയാണ്. വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുമ്പോൾ ഏത് സമയത്തും ആ മാറ്റുന്ന നേരത്ത് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, നിങ്ങളധികം പ്രതീക്ഷയൊന്നും വയ്ക്കേണ്ട. പക്ഷെ ഞാൻ അന്നൊന്നും അറിഞ്ഞിരുന്നില്ല. വീട്ടുകാരോടെല്ലാം പറഞ്ഞിരുന്നു അധികം പ്രതീക്ഷ വേണ്ട, വീട്ടിൽ അങ്ങനെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ എന്നെല്ലാം പറഞ്ഞിരുന്നു. എന്നാലും ഞാൻ പ്രാർത്ഥന കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ പ്ലാസ്മ തെറാപ്പി ചെയ്യുന്ന നേരത്തെ ഞാനും ഐസൊലേഷനിലായിരുന്നു. പപ്പനെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയ നേരത്തെ ഞാനാണ് പപ്പനെ കൊണ്ടുപോയത് കൊണ്ട് 14 ദിവസം ഞാൻ ഐസൊലേഷനായി. അപ്പോൾ ഫസ്റ്റ് പ്ലാസ്മ തെറാപ്പി പറഞ്ഞ സമയത്ത് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനോ പപ്പനെ കാണാൻ പറ്റുന്നില്ല. എനിക്ക് ഈ തൈലം ഇട്ടൊന്ന് പ്രാർത്ഥിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പോകാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ടും പപ്പയ്ക്ക് ഒട്ടും ഓക്സിജൻ ലെവൽ 40 നിന്നിരുന്നേച്ചത്, ഒട്ടും കൂടുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ തന്നെ പോയിരുന്നേച്ചു. 14 ദിവസം പപ്പ വെൻറ്റിലേറ്ററിൽ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പ്ലാസ്മ തെറാപ്പി പറഞ്ഞു. ഈ പ്ലാസ്മ തെറാപ്പി പറഞ്ഞ നേരത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്നെ എങ്ങനെയെങ്കിലും ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എനിക്ക് ഈ തൈലം ഒന്നും ഇവിടെ എത്തിച്ച് അതുമേലെ ഒരു കുരിശിട്ട് പ്രാർത്ഥിച്ചാൽ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട, ഇതെൻ്റെ ഒരു വിശ്വാസമാണ്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ പ്ലാസ്മ അടങ്ങിയ ബോക്സ് തന്നിട്ട് കുറച്ച് നേരം ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതെനിക്കൊരു വിലപ്പെട്ട സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ കുരിശ് തൈലത്തിൽ എൻ്റെ വിരൽ മുക്കി കുരിശിട്ട് ഈ ബോക്സ് വെച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ മാതാവിനെ വിളിച്ചുകൊണ്ടിരുന്നു. എനിക്കൊരു ചാൻസ് ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പപ്പനെ എനിക്കൊന്ന് തിരിച്ചു കാരണം എനിക്ക് അമ്മയില്ല, എനിക്ക് സഹോദരങ്ങളില്ല. അപ്പം എൻ്റെ എന്ന് പറയാനായിട്ട് എനിക്ക് പപ്പനെ ഒന്ന് ഇരുത്തിയെങ്കിലും തന്നേക്കണം, ഞാൻ നോക്കിയെടുത്തോളാം മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ പ്ലാസ്മ പപ്പയ്ക്ക് ചെയ്തു. അത് 2 ദിവസം കഴിഞ്ഞ് ഡോക്ടേഴ്സ് പറഞ്ഞു കോവിഡ് നെഗറ്റീവായി, പക്ഷെ നമുക്ക് ഇവിടെ ആ ഹോസ്പിറ്റൽ കോവിഡിൻ്റെ മാത്രം ഹോസ്പിറ്റലായിരുന്നതുകൊണ്ട് അവിടെ ഇനി ട്രീറ്റ്മെൻറ്റ് വേണ്ട, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. പക്ഷേ അപ്പോഴും ഓക്സിജൻ സപ്പോർട്ടോടു കൂടി മാത്രമേ നമുക്ക് പപ്പേനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആ കോവിഡ് പേഷ്യൻസിനെ മാത്രം നോക്കിയിരുന്ന ഹോസ്പിറ്റലിൽ രാത്രി ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് പറയാണ് കോവിഡ് മാറി നെഗറ്റീവായിട്ട് ഡിസ്ചാർജ് ചെയ്യണ ആദ്യത്തെ ഒരു പേഷ്യൻ്റ് ആയിരുന്നു ആ ഹോസ്പിറ്റലിൽ അന്ന് എൻ്റെ പപ്പ. എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ നോക്കിക്കണ്ടിരുന്നത്. ആ ഒരു സിറ്റുവേഷൻ മാതാവിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഓർക്കുകയാണ്. അത് കഴിഞ്ഞ് പപ്പേനെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴും എന്ന് വെച്ചാൽ 75 ml ലിക്വിഡ് ഫുഡ് മാത്രം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാണ്ട് പപ്പയ്ക്ക് പുറത്തേക്ക് നിൽക്കാനേ പറ്റില്ല. വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ല, കാരണം കോവിഡ് പേഷ്യൻ്റ് ആയതുകൊണ്ടും സിറ്റുവേഷൻ വളരെ പാൻഡമിക് ആയതുകൊണ്ടും ഒരാൾ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരില്ല. അങ്ങനെ പപ്പേനെ ഫുള്ള് എല്ലാവരുടെയും പ്രാർത്ഥന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചു. ആദ്യം പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നവർ പിന്നെ ഈ നെഗറ്റീവ് ഇത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞത് മനസ്സിന് ധൈര്യപ്പെടുത്തുക, എന്ത് സാഹചര്യം വന്നാലും നേരിടാനുള്ളൊരു കരുത്തിനൊക്കെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നായി. പക്ഷെ ഞാൻ ഉറച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പപ്പനോട് ഞാൻ പറഞ്ഞു വിട്ടതും അത് തന്നെയാണ്, പപ്പ ഒരു കുഴപ്പമുണ്ടാവില്ല, പപ്പ തിരിച്ചു വരും, ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാണ് കുരിശിട്ട് കൊടുത്തിരുന്നതും. ഈ രണ്ടാമത്തെ പ്ലാസ്മ തെറാപ്പി ചെയ്തതിന് ശേഷം പപ്പയ്ക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു തുടങ്ങി. എന്നാലും നഴ്സുമാരും എല്ലാവരും എന്നോട് പറഞ്ഞു പപ്പയ്ക്ക് ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് ഇനി ജീവിക്കാൻ പറ്റില്ല, ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഡിസ്ചാർജ് ചെയ്തോളാൻ പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ ഈ ഓക്സിജൻ സിലിണ്ടറുമായിട്ട് 2nd ഫ്ലോറിലാണ് പപ്പ താമസിക്കുന്നത്. പപ്പയുടെ ഈ സിലിണ്ടറുമായിട്ട് നമ്മൾ പപ്പേനെ മുകളിൽ എത്തിക്കാന്ന് വെച്ചാൽ അതും വലിയ റിസ്ക് തന്നെ. പക്ഷേ ആ ഒരാഴ്ച ഇതുപോലെ തന്നെ ഈ എല്ലാ ദിവസവും രാവിലെ ഞാൻ തൈലം ഇട്ട് കുരിശ് വരയ്ക്കുകയും പപ്പയുടെ ഫുഡിൽ കുറച്ച് ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പതിയെ പപ്പ ഫുഡ് ലിക്വിഡിനുള്ളത് സോളിഡ് ഫുഡ് കഴിക്കാൻ തുടങ്ങി. പിന്നെ പതുക്കെ റിക്കവർ ചെയ്യാൻ തുടങ്ങി. ഒരു 3 മാസത്തിനുള്ളിൽ പപ്പ ആൾ ഓക്കെ ആയി. ഇപ്പോൾ പപ്പ ഒറ്റയ്ക്ക് താമസിക്കുന്നു, ഫുഡെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നു. ഞങ്ങൾ ഇടയ്ക്ക് പോകും. വലിയ സന്തോഷം. ഇത്രയും വലിയ സൗകര്യവും അനുഗ്രഹവും തന്ന കൃപാസന മാതാവിനും
ദിവ്യകുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ 2019 ഉടമ്പടി എടുത്തെങ്കിലും 5 കാര്യങ്ങളും എനിക്ക് സാധിച്ചു. ഒരു കാര്യം സമയത്തെ നിയന്ത്രിക്കുന്ന മാതാവ് എനിക്ക് നടത്തിത്തരുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നന്ദി. എൻ്റെ പേര് മേരി ഇസബൽ. ഞാൻ ചേർത്തലയിൽ നിന്ന് വരുന്നു. കൃപാസന അമ്മ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകിയ വലിയ അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്നിപ്പോൾ ഈ നിമിഷം ഞാനിവിടെ നിൽക്കുന്നത്. 7 വർഷത്തിന് ശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിന് ശേഷമാണ് എൻ്റെ അമ്മ എനിക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങളാണ് അമ്മ മാതാവ് എനിക്ക് നൽകിയിരിക്കുന്നത്. ഈ ലോകത്ത് ഞാൻ എവിടെ ചെന്ന് നിന്നാലും ഞാൻ പറയും, അമ്മ മാതാവില്ലെങ്കിൽ എൻ്റെ സങ്കടങ്ങൾ ഈ ലോകത്ത് ഞാൻ ആരോടും എനിക്ക് പറയാൻ സാധിക്കുമെന്ന്. അത്രയധികം അനുഗ്രഹങ്ങൾ ചൊരിയുന്ന അമ്മ മാതാവിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ എൻ്റെ മക്കൾ ഇന്നിപ്പോൾ സ്കൂളിൽ എനിക്ക് എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കിന്ന് എൻ്റെ ജീവിതത്തിൽ 2 മക്കളെ എനിക്ക് ലഭിച്ചു. അതേപോലെ തന്നെ 2 മക്കളും ഏകദേശം ഒരാൾ പ്ലേ സ്കൂളിലും ഒരാൾ സ്കൂളിലും പോകാറായ സമയമായി. ആ സമയം എല്ലാവരും എന്നോട് ചോദിക്കും, നിനക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസമില്ലേ, ഇനി നിനക്ക് എന്തുകൊണ്ടാണ് ഒരു ജോലിക്ക് അപേക്ഷിച്ചുകൂടാ? അപ്പോഴും ഞാൻ പറയും, സമയമാകുമ്പോൾ എല്ലാം അമ്മ എൻ്റെ ജീവിതത്തിൽ സാധിച്ചു തരും. അങ്ങനെ ഇരിക്കെ ഈ വർഷം ഞങ്ങളുടെ മാനേജ്മെൻറ്റ് സ്കൂളിൽ ഒരു പെർമനൻറ്റ് വേക്കൻസി, അതായത് LP-യിലും UP-യിലും ഒരു പെർമനൻറ്റ് വേക്കൻസി വന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, നമുക്കും അപേക്ഷിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ അപേക്ഷിക്കാൻ പോയി. ആദ്യം ഞാൻ ഞങ്ങളുടെ അച്ഛനെ കണ്ട് എൻ്റെ ക്വാളിഫിക്കേഷനും എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലെ പ്രയാസങ്ങളും ക്ലേശങ്ങളും എല്ലാം ഞാൻ തുറന്ന് ഞങ്ങൾ അച്ഛനോട് ഷെയർ ചെയ്തു. അങ്ങനെ ഷെയർ ചെയ്തപ്പം അച്ഛൻ എന്നോട് ചോദിച്ചു, നിൻ്റെ സബ്ജക്റ്റ് എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ B.Ed TTC സെറ്റ് ഇതെല്ലാം എനിക്കുണ്ട്. പക്ഷെ അച്ഛൻ എടുത്ത വായിക്കും പറഞ്ഞു, അയ്യോ ഇത്തവണ നമ്മൾക്കിതിൽ വേക്കൻസി ഇല്ലല്ലോ എന്ന്. അങ്ങനെ അതും കേട്ട് ഞങ്ങൾ തിരിച്ച് ആപ്ലിക്കേഷൻ കൊടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അന്ന് എനിക്ക് TTC ഉള്ളതുകൊണ്ട് LP-യിൽ 1 വേക്കൻസിയും UP-യിൽ 3 പെർമനൻറ്റ് വേക്കൻസിയുമായിരുന്നു ഉണ്ടായിരുന്നത്. വണക്കമാസം നടക്കുന്ന മാസമാണ്. അപ്പം ഞാൻ വണക്കമാസത്തിൽ ഞങ്ങളുടെ അടുത്തുള്ള കുരിശടിയിൽ എല്ലാ ദിവസവും ചെന്ന് മാതാവിനോട് ഈ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. അന്ന് എൻ്റെ ഒരു സുഹൃത്ത് വണക്കമാസം കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി കൃപാസന അമ്മയുടെ അടുത്തിയല്ല, ചേച്ചി അവിടെ ചെന്ന് ഒരു ഉടമ്പടി എടുത്താൽ ചേച്ചിക്ക് ഉറപ്പായിട്ടും ഒരു ജോലി കിട്ടും. അപ്പോൾ എനിക്കും എന്തോ ഒരു ധൈര്യം തോന്നി. ഞാൻ അന്ന് തന്നെ വൈകുന്നേരം ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തു, നമുക്ക് എത്രയും പെട്ടെന്ന് കൃപാസനത്തിൽ ചെന്ന് ഒരു ഉടമ്പടി എടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആരാധനയെല്ലാം കൂടി അന്ന് ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞു, എന്നോടായിട്ടല്ല എല്ലാവരോടായിട്ട് അന്ന് അച്ഛൻ പറഞ്ഞ ഒരു വാക്ക് ഇന്നും എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തൊരു വാക്കാണ്. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രേരണ കൊണ്ടായിരിക്കാം നിങ്ങളിവിടെ എത്തിയത്. പക്ഷേ നിങ്ങൾ ഈ മണ്ണിൽ കാലുകുത്തിയോ, ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു എന്ന്. അന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു, അമ്മ മാതാവ് തീർച്ചയായിട്ടും ഈ വർഷം എനിക്ക് ജോലി കിട്ടും. അന്ന് ധൈര്യത്തോടെ ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിലേക്ക് മടങ്ങി. ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യതയോടെ നിർവഹിച്ചു. കിട്ടുന്ന സമയത്തൊക്കെ അമ്മ മാതാവിൻ്റെ തൈലവും അതേപോലെ തന്നെ കാശിരൂപവും അമ്മ മാതാവിൻ്റെ രൂപവും എടുത്ത് പേഴ്സണലായിട്ട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ആദ്യം ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കാശിരൂപവും പിടിച്ച് ഉടമ്പടി തൈലവും ഉപ്പെല്ലാം കൊണ്ട് ഞാൻ പോയി റിട്ടേൺ ടെസ്റ്റ് എഴുതി. റിട്ടേൺ ടെസ്റ്റിൽ ഞാൻ പാസ്സായി. പിന്നീട് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ച് ഇത്രയും ക്വാളിഫിക്കേഷനുള്ള എൻ്റെ അതേ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്ന പലവരെയും UP പോസ്റ്റിലോട്ട് എന്നെ വിളിച്ചപ്പോൾ അമ്മ മാതാവ് എന്നെ LP-യിലേക്കാണ് വിളിച്ചത്. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ആകെ ഒരു ഫസ്റ്റ് റാങ്ക് ലിസ്റ്റിലുള്ള ഒരാളെ മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ എടുക്കേണ്ടത്. ആ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതായി ഞാൻ നിയോഗിക്കപ്പെട്ടു. എനിക്ക് അവിടെ പെർമനൻറ്റിൽ LPSAയിൽ എനിക്കൊരു പോസ്റ്റ് ലഭിച്ചു. അങ്ങനെ അമ്മ മാതാവ് നൽകിയ അനുഗ്രഹം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. സന്തോഷത്തോടെ ഞാൻ LPSAയിൽ ജോലി ചെയ്തു. അമ്മ മാതാവ് പക്ഷേ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, എന്നെ
കടത്തിവിടാനുള്ള ഒരു വഴി മാത്രമായിരുന്നു LPSL എന്നെ നിയോഗിച്ചത്. 3 ദിവസത്തിനകം മാനേജർ അച്ഛൻ എന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നിനക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലേ, അതുകൊണ്ട് നീ ഇന്ന് നീ സ്കൂളിൽ ചെന്നിട്ട് UPSAയിലേക്ക് നീ ജോയിൻ ചെയ്തോ. അങ്ങനെ ജോലിക്ക് പ്രവേശിച്ച് 3-ാമത്തെ ദിവസം ഞാൻ LPയിൽ നിന്ന് UPയിലേക്ക്, അതായത് എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തരുമെന്ന് ഉറപ്പായി വിശ്വസിച്ചതിൻ്റെ ഫലമാണ്, അല്ലാതെ എൻ്റെ പ്രയത്നമോ എൻ്റെ ഒന്നുമല്ല. അതായത് അമ്മ മാതാവിനോട് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ അമ്മ മാതാവ് എനിക്ക് നേടിത്തന്ന ഫലമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേട്ടങ്ങൾ തന്ന അമ്മ മാതാവിന് ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു.